മല പോലെ വന്നത് എലി പോലെ പോയി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ അതേ രീതിയിലേക്കാണ് ഇപ്പോൾ ഈ സുധാകരന്മാരുടെ, ഒരു സുധാകരൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ജി സുധാകരൻ, ആലപ്പുഴയിൽ നിന്നുള്ള നമുക്കെല്ലാം അറിയാവുന്ന, നമ്മളെല്ലാം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ പല പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ അംഗീകരിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയക്കാരൻ എങ്ങനെയാവണം, അല്ലെങ്കിൽ ഏൽപ്പിക്കുന്ന കാര്യം എങ്ങനെ ചെയ്യണം, ജനങ്ങളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ അയാളുടെ ജീവിതശൈലി എങ്ങനെ ഉണ്ടാവണം, ഇതൊക്കെ പുറത്തുനിന്ന് ഒരു പരിധിവരെ സാധാരണക്കാരനായിട്ട് നോക്കിക്കാണുമ്പോൾ അതൊക്കെ ഒരു പരിധിവരെ ശരി ആണ് എന്നുള്ള രീതിയിലേക്ക് കാണാൻ പറ്റുന്ന ഒരു നേതാവാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം ഒരു തീരുമാനമെടുക്കുന്നു. അദ്ദേഹം സ്വതന്ത്രനായിട്ട് അരുവിക്കരയിൽ മത്സരിക്കും. അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നു. അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ CPM-നകത്ത് അദ്ദേഹത്തിന് കണ്ട അപജയങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല CPM, ഞാൻ കണ്ട CPM ഇങ്ങനെയല്ല, 60 കൊല്ലത്തെ പാരമ്പര്യം എനിക്കുണ്ട്, ഞാൻ പലവട്ടം MLA MP ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ സാഹചര്യത്തിൽ ഞാൻ ഉൾക്കൊണ്ട രക്തസാക്ഷി ഒക്കെ ഉള്ള എൻ്റെ വീട്ടിൽ ഈ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഞാൻ മനസ്സിലാക്കിയ ഒരു CPM അല്ല ഇത്. മുതലാളിമാരുടെ CPM, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങളുടെ CPM, അഴിമതിയുടെ CPM, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് നമ്മൾ കാണുമ്പോൾ, CPM ആയിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ഒരു പരിപക്ഷെ ശരിയാണ്, അദ്ദേഹമാണ് ശരിയെന്നുള്ള രീതി BJP വരുന്നു, ഞങ്ങൾ വേണേൽ സ്ഥാനാർത്ഥിയാക്കാം, കോൺഗ്രസ് വരുന്നു, ഞങ്ങൾ വേണേൽ സ്ഥാനാർത്ഥിയാക്കാം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന അദ്ദേഹത്തിനെതിരെ പ്രകടനം, അദ്ദേഹം കുഴപ്പക്കാരനാണ്, അദ്ദേഹം കുലംകുത്തിയാണ്, പാർട്ടിക്ക് യോഗ്യനല്ല, പാർട്ടി 30 കൊല്ലം MLA ആക്കി, പാർട്ടി 10 കൊല്ലം മന്ത്രിയാക്കി, പാർട്ടി അദ്ദേഹത്തിന് വേണ്ടി സിൻഡിക്കേറ്റ് മെമ്പർ, അങ്ങനെ വളരെ കൂടുതൽ ചെയ്തു. പാർട്ടി അവസാനം പ്രതിസന്ധി ഘട്ടത്തിൽ ഒറ്റുകൊടുക്കാൻ, അധികാരത്തിന് വേണ്ടി ഈ വൃദ്ധൻ, അങ്ങനെ തന്നെ സംസാരിച്ചു, ഈ വൃദ്ധൻ പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഇന്ന് വരുന്ന പ്രസ്താവന പിണറായിയാണ് ശരി, മൂന്നാമതും പിണറായി വരും. അപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല കോൺഗ്രസ്, അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല BJP. വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യമനുസരിച്ച് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഏതായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കും. ആ ഒരു കാര്യത്തിൽ എനിക്ക് ആ പാർട്ടിയോട് പല തീരുമാനങ്ങൾക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കോൺഗ്രസിനോട് ആ കാര്യത്തിൽ എനിക്ക് തീരുമാനം. കാരണം അവരുടെ നിലപാട് അതല്ലല്ലോ, പിണറായി ശരിയാണെന്നുള്ള നിലപാടല്ലല്ലോ കോൺഗ്രസിൻ്റെ. പിണറായി ശരിയല്ല, ഇടതുപക്ഷത്തിൻ്റെ ഭരണം ശരിയല്ല, 10 കൊല്ലത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം ശരിയല്ലാത്തത് കൊണ്ടാണല്ലോ അവർ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അത് ശരിയാണെന്ന് പറയുന്ന ഒരാളിനെ പിന്നെ ചെന്ന് പിന്തുണ കൊടുത്ത്, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്താതെ UDF-ൻ്റെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കേണ്ട ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസ് കേരളത്തിൽ ഉണ്ട് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. അപ്പം ആ ഒരു നിലപാട് അങ്ങനെയാണ്. ഇനി എന്ത് സംഭവിക്കും, എന്താണ് അതിൻ്റെ രാഷ്ട്രീയം? ഒന്നാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ സുധാകരൻ വളരെ സ്വീകാര്യനായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഇന്നത്തെ സുധാകരൻ്റെ പഴയ പല നിലപാടുകളോടും വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. അതവിടെ നിൽക്കട്ടെ, VS-ഉമായിട്ടും ഗൗരിയമ്മയായിട്ടുള്ള പാർട്ടിയുടെ സ്ട്രഗിളിൽ സുധാകരൻ എടുത്ത നിലപാടുകളൊക്കെ വളരെ ചോദ്യമാണ്. ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഒപ്പം ഉറച്ചു നിന്ന ആളാണ് സംഘടനാപരമായി. എന്തായാലും ഇന്ന് അവിടെ ആലപ്പുഴ ജില്ലയിലും കേരളത്തിലാകെയുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേക രീതികൾ എടുത്താൽ അദ്ദേഹം തീർത്തും മതനിരപേക്ഷ നിലപാടെടുക്കുന്ന ആളാണ്, അദ്ദേഹം അഴിമതിയില്ലാത്ത ആളാണ്, കാര്യക്ഷമമാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേകത, ആലപ്പുഴയിൽ നിന്നല്ല പൊതുവെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത, അവർ വളരെ സംഘടനാപരമായ ഒരു കെട്ടുറപ്പുള്ള ഒരു രീതിയാണ്. അതൊക്കെ കുറെ പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ ഒരുപാട് വോട്ടുകൾ BJP-യിലേക്ക് പോയതായിട്ട് നമ്മൾ കണ്ടു. താമരയിൽ കുത്താൻ മടിയില്ലാത്ത CPM-കാരുള്ള സ്ഥലമാണ് ഈ അമ്പലപ്പുഴയും ആലപ്പുഴയും കായംകുളവും ഒക്കെ എന്ന് നമുക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ അതിൻ്റെ ഒരു സ്റ്റഡിനെസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരുടെ വോട്ട് ഇയാൾക്ക് കിട്ടുമെന്നല്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയല്ല ആവേണ്ടത് എന്നതാണ് ഇപ്പോൾ സുധാകരൻ വെച്ച മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പിണറായിയുടെ പോലെയാണോ ആവേണ്ടതെന്നുള്ള ചോദ്യം വേറെയുണ്ട്. കാരണം മൂന്നാം പിണറായി സർക്കാർ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി രാഷ്ട്രീയത്തിൽ വേറൊരു ട്വിസ്റ്റ് അതിൽ വരികയാണ്. ആ ട്വിസ്റ്റ് എന്താണ്? ഇനി അദ്ദേഹം പ്രതീക്ഷിക്കുന്ന വോട്ട് CPM-കാരുടെ വോട്ടാണ്, വേറെ വോട്ടൊന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. കാരണം BJP-ക്ക് മൂന്നാം പിണറായി സർക്കാർ വരണമെന്ന് പറയാൻ പറ്റില്ല, UDF-ന് ഒരിക്കലും പറയാൻ പറ്റില്ല, അവർ മൂന്നാം പിണറായി സർക്കാർ വരരുത് എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പിന്നെ സുധാകരൻ ഇനിയുള്ള മാർഗം എന്താ? സുധാകരൻ ഒറ്റയ്ക്ക് മത്സരിക്കുക. സുധാകരൻ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എത്ര വോട്ട് കിട്ടും എന്നുള്ളതൊക്കെ ഉണ്ടാവാം. ഒരു പക്ഷേ ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴത്തെ പാർട്ടിയോടുള്ള എതിർപ്പ് കാണിക്കാൻ, ഇപ്പം മുമ്പ് BJP-ക്കോ കോൺഗ്രസിനോ വോട്ട് ചെയ്തിരുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് വേണമെങ്കിൽ സുധാകരൻ മാറാം. ഒരു പ്രതിഷേധം, ഞങ്ങൾ പാർട്ടിക്കാരാണ്, പ്രതിഷേധം അങ്ങനെ കാണിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനായിട്ട് വരാം. പക്ഷേ ജയിക്കില്ല ആ ഓപ്ഷൻ വെച്ച് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സുധാകരൻ അവിടെ ജയിക്കാനൊരു സാധ്യതയില്ല. ജയിക്കണമെന്നുണ്ടെങ്കിൽ സുധാകരൻ ആകെ ചെയ്യാവുന്നത് UDF-ൻ്റെ സപ്പോർട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. UDF-ൻ്റെ സപ്പോർട്ട് വാങ്ങിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കളിയൊന്നും
ഇങ്ങനത്തെ വർത്താനൊന്നും അവിടെ പറയാൻ പറ്റില്ല. പിണറായി മൂന്നാം സർക്കാർ വരുന്നു പറയാൻ പറ്റില്ല. അവിടെയാണ് പ്രശാന്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF വളരെ ബുദ്ധിപരമായിട്ടാണ് ഇവിടെ നീങ്ങിയത്. ഒരിക്കലും സുധാകരന് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കും എന്നവർ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആലോചിക്കും എന്നാണ് പറഞ്ഞത്. ബുദ്ധി കോൺഗ്രസ്സുകാർക്ക് ഇടയ്ക്ക് വരേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തത്. അല്ലെങ്കിൽ ചാടി കയറി സുധാകരൻ ഗംഭീരനാണ്. പക്ഷെ സുധാകരൻ ഞങ്ങൾ വോട്ട് ചെയ്യേണ്ട കാര്യമല്ലോ. മൂന്നാം പിണറായി സർക്കാരിന് വോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് UDFകാർക്ക്? അവിടെ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ, UDFിലാണെങ്കിൽ സ്ഥാനാർത്ഥിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഒരു സീറ്റിലേക്ക് 12 ആൾ വരെ അന്വേഷിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഷുക്കൂറിന് എൻ്റെ സീറ്റായിരുന്നു ഇത് എന്ന് പറഞ്ഞാണ് പഴയ DCC പ്രസിഡൻ്റായിരുന്ന ഷുക്കൂർ നിൽക്കുന്നത്. ഷുക്കൂർ അവിടെ മുമ്പ് മത്സരിച്ചിട്ടുണ്ട്, ആലപ്പുഴയിൽ നിന്ന് MLA പോലും ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഷുക്കൂറിനെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയാൽ എന്തായിരിക്കും? ചതുഷ്കോണ മത്സരം വരും അവിടെ. BJPയുടെ സ്ഥാനാർത്ഥി വേറെ ഉണ്ടാവും, UDFൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും, സുധാകരനുണ്ടാവും, സലാമുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്താണ് എന്നൊരു വലിയ ചോദ്യം അവിടെയുണ്ട്. അമ്പലപ്പുഴ വളരെ കേരളം ഇതുവരെ മറ്റൊരു മണ്ഡലത്തിലും കാണാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയം അവിടെയുണ്ടാവും. ഇപ്പോൾ KK രമ മത്സരിച്ചപ്പോഴോ ഗൗരിയമ്മ മത്സരിച്ചപ്പോഴോ MP രാഘവൻ മത്സരിച്ചപ്പോഴോ ഉള്ള സ്ഥിതിയല്ല ഇപ്പോൾ ഉള്ളത്. MP രാഘവൻ മത്സരിക്കുമ്പോൾ MP രാഘവന് UDFൻ്റെ 100% പിന്തുണയുണ്ട്. ഗൗരിയമ്മ മാറി വന്നപ്പോഴും ഗൗരിയമ്മയ്ക്ക് പാർട്ടി 100% കോൺഗ്രസും UDF പിന്തുണ കൊടുത്തു. കാരണം അവർ ആ ഇതിൻ്റെ അതല്ല സുധാകരൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്ര CPM വോട്ട് സുധാകരന് പിടിച്ചെടുക്കാൻ കഴിയും എന്ന ഒരു ചോദ്യം അതിലുണ്ട്. അത് UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ സലാമിനെതിരായി സുധാകരൻ ഉന്നയിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അനുസരിച്ച് LDFൻ്റെ വോട്ട് അല്ലെങ്കിൽ CPMൻ്റെ വോട്ടുകൾ സുധാകരൻ പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ പോണത് UDFനാണ് എന്ന് വളരെ ലളിതമാണ് അതിൻ്റെ ഗണിതം. UDF ഇപ്പം തന്നെ ഞാൻ കണക്കാക്കുന്നത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDFനേക്കാൾ കൂടുതൽ വോട്ട് അമ്പലപ്പുഴയിൽ UDF പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, ഒരു എന്താ പറയുക, ആൻറ്റി ഇൻകംബൻസി എന്തായാലും കുറച്ച് കാണും. 10 വർഷം ഭരിച്ച ഗവൺമെൻറ് അല്ലേ. അതുകൂടി കണക്കാക്കിയാൽ UDFന് താരതമ്യേന എളുപ്പമായി ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായി ഇത് മാറും. പക്ഷേ ഇങ്ങനെ വന്നാൽ UDFന് ജയിക്കാൻ കഴിയുന്ന തരത്തിൽ സുധാകരൻ വോട്ട് മറിക്കുന്നു എന്ന് വന്നാൽ ചിലപ്പോൾ LDFിൽ അത് സുധാകരൻ്റെ വോട്ട് വളരെ കുറയാനും ഒരു സാധ്യതയുണ്ട്. കാരണം ഇതുകൊണ്ട് UDF ജയിക്കും എന്ന് ആ ഒറ്റ പ്രചരണം മതി ജയിക്കാൻ. ഏതായാലും UDFനോട് കൂടി സുധാകരൻ നിൽക്കുകയാണെങ്കിൽ സുധാകരനൊരു ജയസാധ്യതയുണ്ടെന്ന് തന്നെ ഞാനിപ്പോഴും വിചാരിക്കണം. കാരണം നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ നല്ല മനുഷ്യൻ എന്ന അർത്ഥത്തിൽ UDFൻ്റെ വോട്ടും ഇതുകൂടി കൂടിയാൽ ജയിക്കും. അല്ലെങ്കിൽ സുധാകരന് ദയനീയമായ പരാജയവും ഈ പറഞ്ഞതുപോലെ ഒരു 5000 10,000 കൂട്ടം താഴെയാണ് അയാൾ പിടിക്കുന്നതെങ്കിൽ സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തോടെ അവസാനിക്കും. 63 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടാവില്ല. പാർട്ടിക്കാർ നിത്യശത്രുവായി അയാളെ കാണും. ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അയാൾക്ക് കോൺഗ്രസിൻ്റെ കൂടെ കൂടാം. അതും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ചിലരൊക്കെ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ എന്നല്ലാതെ വേറെ സാധ്യതയില്ല. ഇനി BJP അങ്ങനെ സുധാകരന് പിന്തുണ കൊടുത്ത് വരികയാണെങ്കിൽ അത് ഇതിനേക്കാൾ വലിയ ദുരന്തമാവും. കാരണം എന്താ വെച്ചാൽ BJP പിന്തുണയോടുകൂടി സുധാകരൻ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ CPMകാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ഇപ്പോഴത്തെ ഒരു സാധ്യതയിൽ അംഗീകരിക്കാൻ പറ്റില്ല. CPMൻ്റെ വോട്ട് വരില്ല. പക്ഷെ ഒരു പോയിന്റ് കൂടി ഇതിലുണ്ട്. CPMനകത്ത് ഒരു വർഗീയ ചേരിതിരിവിൻ്റെ ഒരു സാധ്യത ആലപ്പുഴ ജില്ലയിൽ ഉണ്ട് എന്നുള്ള വ്യാപകമായൊരു സംസാരമുണ്ട്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ CPMൽ വല്ലാത്ത തോതിലുള്ള ചില ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ കടന്നുകയറ്റമുണ്ട് എന്ന വാദത്തിനനുസരിച്ചാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് പല മണ്ഡലങ്ങളിലും വലിയ വോട്ട് കിട്ടിയത്. ആ വോട്ട് ഒരുപക്ഷെ സുധാകരന് പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവിടെയാണ് ഇതിന് ഡിവൈഡ് വരുന്നതെങ്കിൽ അങ്ങനത്തെ കുറേ വോട്ട്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങൾക്ക് കോൺഗ്രസിനും BJPക്കും ഒന്നും വോട്ട് ചെയ്യണ്ട, എന്നാൽ സുധാകരൻ ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്ന വോട്ടുണ്ടെങ്കിൽ വീണ്ടും ഇക്വേഷൻ മാറും. ഇപ്പോൾ എന്തായിരിക്കും അമ്പലപ്പുഴയിലെ അവസാനത്തെ റിസൾട്ട് എന്നുള്ളത്? സുധാകരൻ്റെ ഇമ്പാക്റ്റ് ഓഫ് സുധാകരൻ എന്നുള്ളത്. ഇനി സുധാകരൻ്റെ അമ്പലപ്പുഴയ്ക്ക് പുറത്തുള്ള ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് അതും ഇവിടെ ഒരു ചെറിയ പ്രാധാന്യം ഞാൻ വിചാരിക്കുന്നു. സുധാകരൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ പാർട്ടിയിലെ വിഭാഗീയതയും പാർട്ടിയിലെ പ്രശ്നങ്ങളും പാർട്ടിയുടെ നയങ്ങളോടുള്ള വിരോധവും ഈ പറഞ്ഞ മാതിരി വർഗീയതയുള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കുറേ ആളുകൾ സുധാകരന് അനുകൂലമായ നിലപാട്, അതിൻ്റെ ഒരു അനുരണനം ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഉണ്ടാവുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. കാരണം ഇത് നിരന്തരം ചർച്ച വരുമല്ലോ. പാർട്ടിക്കകത്ത് ഈ പ്രശ്നം വർഗീയതയുടെ ചില കടന്നുകയറ്റമുണ്ടെന്നുള്ള വാദം വന്നാൽ ഇനി UDFൻ്റെ സ്ഥാനാർത്ഥി കൃത്യമായി പറഞ്ഞാൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി കൂടിയാണെങ്കിൽ സലാമിൻ്റെ കാര്യം വല്ലാതെ പോക്കണം. കാരണം ജനറലി ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ ഒരു UDF അനുകൂല നിലപാടുണ്ട് പൊതുവെ.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എച്ച് വളരെ ദയനീയമായി തോൽക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഇക്വേഷനും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും LDFന് വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടാക്കും സുധാകരൻ എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അല്ല, സുധാകരൻ്റെ പൊസിഷനാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. സുധാകരൻ ഒറ്റയ്ക്ക് സ്വതന്ത്രനായി ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന നിലക്ക് തൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പ്രഖ്യാപിച്ച് നിന്നാൽ അത് ഒരുപക്ഷെ CPMന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെയാണ് സുധാകരൻ ഉയർത്തുന്ന എല്ലാ പ്രശ്നങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയ്ക്ക് വിധേയമാകും. അത് ആ നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും ആ ചർച്ചയ്ക്ക് പ്രസക്തി വരും. എന്നാൽ സുധാകരൻ അതിന് പകരമായിട്ട് UDFൻ്റെ പിന്തുണ വാങ്ങി അവിടെ മത്സരിക്കുകയാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി CPMന് കുറയും. കാരണം സുധാകരൻ കോൺഗ്രസ്സായി, പിന്നെ കോൺഗ്രസ്സുമായിട്ടുള്ള മത്സരം മാത്രമാണ് ചർച്ചയ്ക്ക് വിധേയമാകുക. അപ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായിട്ട് കുറച്ച് എളുപ്പമുള്ള ഒരു പ്രക്രിയയായിരിക്കും സുധാകരൻ അങ്ങനെ മാറി പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സുധാകരൻ ജയിക്കാനുള്ള സാധ്യത അപ്പോഴായിരിക്കും കൂടുതലെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ, കാരണം അത് കേരളത്തിൽ പൊതുവേ നമ്മൾ ഇതുവരെ ഉണ്ടായ എല്ലായിടങ്ങളിലും ഉണ്ടായ MV രാഘവൻ മുതൽ ഇങ്ങോട്ട് പോയ ഓരോ സഹാക്കളുടെയും കാര്യം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ CPMമായിട്ടുള്ള മത്സരത്തിൽ അവർ വിജയിക്കുന്നത് എപ്പോഴും അവർക്കെതിരെ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൊണ്ട് തന്നെയാണ്. അത് ഇവിടെയും ആ ഇക്വേഷൻ പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ അത് വന്നാൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് പരിക്ക് കുറവായിരിക്കും. അവിടുത്തെ ചിലപ്പോൾ സീറ്റ് പോകും എന്ന് മാത്രം. പക്ഷേ സുധാകരൻ ഒറ്റയ്ക്ക് നിന്ന് ആണ് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹം CPMനെ അതിന് നേരെ ഉയർത്തുന്ന ആരോപണങ്ങൾ, അതിനൊക്കെ മറുപടി പറയാൻ മറ്റ് മണ്ഡലങ്ങളിൽ അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നമായിത്തീരുന്നത്. അല്ലെങ്കിൽ അത് അവിടെ മാത്രമായിട്ട് അവസാനിക്കും. അവിടെ സുധാകരൻ്റെ വിജയത്തിൽ വേണമെങ്കിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.